ഇതല്ല എന്നുള്ള എനിക്കൊരു അവബോധം കുട്ടിക്കാലം തൊട്ടുണ്ടായിരുന്നു. ഒത്തിരി കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ, കളിക്കാനൊന്നും കൂട്ടുകാരില്ലാണ്ട് അങ്ങനെയൊക്കെ. ചിലർ ചോദിക്കുമ്പോൾ പഴയ പേര് പോലും പറയാൻ ഇഷ്ടമല്ല, അങ്ങനെ വന്ന വഴികളെല്ലാം നമ്മളെ എന്താ പറയാ, നമുക്ക് ഓർമ്മ ഉണ്ടാവണം. നമ്മളത് ഓരോ നിമിഷവും നമ്മളെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആരും ബുദ്ധിമുട്ടരുതെന്നുള്ള അങ്ങനെ ഒരു ഇടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രയത്നിക്കുന്നത്. എങ്ങനെയാണ് ആ കണ്ടുമുട്ടൽ, എങ്ങനെയാണ് പ്രണയം, എങ്ങനെയാണ് വിവാഹത്തിലെത്തിയത്? ഞങ്ങളൊരു 4 വർഷം അറിയുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. മോദിജി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ശരിക്കും ഈശ്വരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആര് എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം തന്നെയാണ് തികച്ചും. അത് പറയുന്നതിന് ഒരു അഭിമാനക്കുറവായി ഞാൻ കാണുന്നില്ല. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായുള്ളത് മേക്കപ്പ് ആർട്ടിസ്റ്റും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സീമ വിനീതാണ്. ചേച്ചി സ്വാഗതം. നമസ്കാരം. ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന, ഒരുപാട് പേർ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാലമായിട്ട് സജീവമായിട്ടുള്ള ഒരാളാണ്. പക്ഷേ അപ്പോഴൊന്നും രാഷ്ട്രീയം തുറന്നു പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് BJP, എന്താണിപ്പോൾ തുറന്നു പറയാനുള്ള ഒരു പ്രചോദനമായത്? എനിക്കത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഒത്തിരി നാളായിട്ട് നമ്മുടെ മോദിജിയുടെ ഭരണം ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്ത് കണ്ട് നമുക്കൊരു ഇൻസ്പയർഡ് ആവുക എന്ന് പറയില്ലേ, നമുക്ക് ഒരാളിൽ നമ്മൾ അഡിക്റ്റ് ആയി പോവുക അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയി പോവുക എന്ന് പറയുന്ന ആ ഒരു ഇതാണ് എന്നെ കൂടുതൽ NDAയിലേക്ക് അടുപ്പിച്ചതെന്ന് വേണം പറയാനായിട്ട്. അത് തന്നെ, മോദിജി തന്നെയാണോ ഇഷ്ടപ്പെട്ട? ശരിക്കും ഇൻസ്പയർ ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിക്കാരൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റിയും ആ ഒരു കോൺഫിഡൻസും ഒരു രാജ്യത്തെ നയിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ വേണമല്ലോ ഒരു നേതാവ് എന്ന് പറയുമ്പോഴത്തേക്ക്, അതെല്ലാം അടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു പ്രചോദനമാണ്. ഒത്തിരി കാലമായിട്ട് നമ്മളെ നാട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് ഒരുപാട് ഇൻസ്പയർ ആവുന്നുണ്ട്. ഇൻസ്പയർ ചെയ്യാനായിട്ട് പുതിയ കടന്നു വരുന്ന തലമുറയ്ക്ക് അതൊരു പ്രചോദനമാണ്. അതൊക്കെ ഒരു കാരണം തന്നെയാണ്. സുരേഷ് ഗോപി സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതൊക്കെയും ഈ ഒരു കടന്നുവരവിന് കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് വേണമെന്ന് പറയാം ഒരു ഫണ്ട് ട്രാൻസിന് വേണ്ടി കൊണ്ടുവരിക. അതിനൊരു ഫണ്ട് MP ഫണ്ട് അങ്ങനെ ഒരു ഫണ്ടല്ല, പുള്ളിക്കാരൻ്റെ തന്നെ ഒരു 25 ലക്ഷം രൂപയോളം എന്ന് തോന്നുന്നു ട്രാൻസിന് സർജറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുകയുണ്ടായി. എന്നിട്ട് അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മൾ റോൾ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഇന്ന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർക്കാരിൽ നിന്ന് ആ ഫണ്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത് ഇനി സർജറി ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ട്രാൻസിനത് അതൊരു മുതൽക്കൂട്ടാവണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മൾ അതിന് ഇങ്ങനെ റോൾ ചെയ്ത് പോവുക എന്നുള്ളത്. നമ്മൾ ഇനി എല്ലാവർക്കും അത് എത്തണമല്ലോ. അപ്പോൾ ഈ ഒരു ഫണ്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അത് ബാക്കിയുള്ള ഇനി വരുന്ന ട്രാൻസിന് സർജറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു പദ്ധതിയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് സർജറി ചെയ്ത പലവരും അത് തിരിച്ച് കൊടുക്കാനുള്ള ഒരു അതിന് വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോയ സമയത്ത് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ കേരളത്തിലെ LDF സർക്കാർ അതിനെ എതിർക്കുകയും ഈ ഒരു ഇത് വെച്ച് സ്റ്റോപ്പായി പോയി എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിന് ബാക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഒരു വ്യക്തി ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാക്സിമം തളർത്താനല്ല നോക്കേണ്ടത്. ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴും ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ NDAയിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പല ആൾക്കാരും എന്നെ ഒരു രാഷ്ട്രീയപരമായിട്ട് നേരിടാതെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും അതിപ്പോൾ എൻ്റെ സ്വന്തം കമ്മ്യൂണിറ്റി ആണെങ്കിൽ കൂടി എൻ്റെ സ്വന്തം തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ പൊങ്കാലയിടുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ സംഖ്യയാണ്, ചാണകത്തിൽ വീണു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ചാണകത്തിൽ വീണു എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചാണകത്തിൽ കിടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കതിലൊരു അഭിമാനക്കുറവില്ല. കാരണം ഞാൻ കുട്ടിക്കാലത്ത് ജനിച്ചു വളർന്നതും ഞാൻ ജനിച്ചു വീണതും എല്ലാം ചാണകം മെഴുകിയ തറയിലാണ്. ആ ചാണകം മെഴുകിയ തറയിൽ പായ പോലും ഇരിക്കാതെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയും ഈ ടൈലും മൊസൈക്കും മാർബിളും ഒക്കെ വന്നിട്ട് അതിലേക്ക് കിടന്നുറങ്ങുമ്പോൾ ഈ ചാണകത്തിൽ കിടന്നുറങ്ങിയ ഒരു സുഖവും ഇന്ന് കിട്ടുന്നില്ല. അന്നൊരു മനസ്സമാധാനവും അന്ന് നമുക്കൊരു പീസ്ഫുള്ളുമാണ്. നമ്മൾ പറയും എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു കൂട്ടുകുടുംബമായിരുന്നു എൻ്റേത്. എല്ലാവരും ഒത്തൊരുമിച്ച് ആ ചാണകം മെഴുകി കിടന്ന് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതൊരു ചാണകം ഒരു മോശം കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല.
അത് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ, പിന്നെ അതുപോലെ വ്യക്തിപരമായിട്ട് ഇവർക്ക് ആശയപരമായിട്ട് നേരിടാനുള്ള പല ആൾക്കാർക്കും അറിയാതെ നമ്മളെ വ്യക്തിപരമായിട്ടും ബോഡി ഷെയ്മിങ്ങും, അല്ലെങ്കിൽ നമ്മൾ മുൻകാലത്ത് നീ അങ്ങനെ ആയിരുന്നില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലേ, ഇങ്ങനെ ചെയ്തിട്ടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള പേഴ്സണൽ കാര്യങ്ങളിലൂടെ മറുപടി പറയാൻ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. അല്ലാതെ ഇതെനിക്കൊരു ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടോ മത്സര രംഗത്തേക്ക് എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പാർട്ടി വെളിപ്പെടുത്തി, ഇന്ന് തന്നെ എനിക്ക് രാഷ്ട്രീയത്തിൽ മത്സരിക്കണം, അല്ലെങ്കിൽ ഒരു ഇതാവണം, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ വന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് 4 ആൾക്കാരെ അറിയുന്നതാണ് എനിക്കിപ്പോൾ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അത് ആവശ്യപ്പെടില്ല, അല്ലെങ്കിൽ എന്നോട് അത് ആവശ്യപ്പെട്ടാൽ തന്നെ ഞാനത് നിരാകരിക്കുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാണ്ട്, കൂടുതൽ പഠിക്കാണ്ട് ഞാനതിനെ പറ്റിയിട്ട് അതിന് മുന്നോട്ട് ഇറങ്ങി ചാടിയിട്ട് യാതൊരു കാര്യം. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഴവും പരപ്പും അറിഞ്ഞ് നാളെ ഒരു ജനപ്രതിനിധിയായി അല്ലെങ്കിൽ അങ്ങനെ എത്തുകയാണെങ്കിൽ ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹമുള്ളത്? എനിക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിന് ഇപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിൽ പട്ടിണി ആര് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ എവിടെ പട്ടിണിയായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതാണ്. പൊതിച്ചോറ് എന്ന് പറയുന്നത് അത് പലരും തെറ്റിദ്ധരിച്ചിരുന്നു. ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അധിഷ്ഠിതമായാണ് ഈ പൊതിച്ചോറ് കൊടുത്തുകൊണ്ടിരുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഞാൻ ഒരു പാർട്ടിക്കും അധിഷ്ഠിതമായല്ല കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം, എനിക്ക് ആൾക്കാർക്ക് കാശ് കൊടുത്ത് സഹായിക്കാൻ കഴിയില്ല. എനിക്ക് ഇങ്ങനെ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഭക്ഷണം എന്നുള്ള രീതിയിൽ എല്ലാ മാസവും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആ ഒരു ക്രെഡിബിലിറ്റിയും ആ ഒരു കോൺഫിഡൻസും ഉള്ളത് കൊണ്ടാണ്. ആരും ഇങ്ങനെ വിശന്നിരിക്കരുത്. കാരണം കുട്ടിക്കാലത്ത് ഞാൻ ഒത്തിരി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി എനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് എനിക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമുക്ക് ആവശ്യകത ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ട്രാൻസ് പീപ്പിൾസ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് താമസ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. താമസിക്കാൻ വാടക വീടുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് ഒരു വീട്ടിലേക്ക് എത്താനുള്ള ആ പദ്ധതികളും ആ കാര്യങ്ങളൊക്കെ ിലേക്ക് കൊണ്ടുവരുന്ന നമുക്ക് ആ ഒരു ചുവടുവയ്പ്പാണ് നമുക്ക് ആദ്യം വേണ്ടത് ട്രാൻസ് സമൂഹത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ. അല്ലാതെ നമ്മൾ പൊതുവായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും ആവശ്യം, ഇന്നും പല വ്യക്തികൾക്കും അവരെ അർഹതപ്പെട്ട പാർപ്പിടങ്ങളോ താമസ സൗകര്യങ്ങളോ ഒന്നും ഇന്നും, അതുപോലെ തന്നെ ജോലിക്കായിട്ട് നിൽക്കുന്ന യുവതലമുറ ഒരുപാട് പേര് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നിട്ടും ഇന്നും ജോലി കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ജോലി ഉറപ്പാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മളെപ്പോഴും ഇന്നും പിടിപാടുള്ളവർക്കും, അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ബാക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളവർക്കും മാത്രമേ ഇന്നും പല സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടുന്നുള്ളൂ. അത് തികച്ചും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് നമുക്ക് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരെ, സ്വന്തമായിട്ട് ഏണിംഗ് ഉള്ള ആൾക്കാരെ ഒന്നും അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോഴും ആരെങ്കിലും ഇങ്ങനെ അടിമപ്പെട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ മൂട് താങ്ങിയെന്നും ഒക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർ നല്ലവരാണ്, നല്ല വ്യക്തികളാണ്. നമ്മളെങ്ങും എത്താതെ നിന്ന് കഴിഞ്ഞാൽ, നമുക്ക് പൊതുസമൂഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ്, അത്രയും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടും അത്രയും കഷ്ടപ്പെട്ടിട്ടും സ്ട്രഗിൾ ചെയ്യുന്ന വിവിധ മേഖലകളിലൂടെ കടന്നു വന്നിട്ടാണ് ആൾക്കാരുടെ ഒരു സപ്പോർട്ട് കുറച്ചെങ്കിലും കിട്ടിയിട്ടുള്ളത്. ഇന്നും അത് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയില്ല. പല സ്ഥലങ്ങളിലും പലപ്പോഴും പല കളിയാക്കലുകളും കമൻറ്റുകളും ഒക്കെ കേട്ടിട്ടുണ്ട്. അതിലൊന്നും തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നതൊക്കെ നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇനിയും കാലം മുന്നോട്ട് നയിക്കും. അതിനുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു പവർ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ചേച്ചി നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം കമ്മ്യൂണിറ്റിക്കകത്ത് നിന്നാണ് ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിനുള്ളിൽ അത് ചേച്ചി തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷെ അവിടെയൊക്കെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റീസ് തന്നെ പല സംഘടനകളായൊക്കെ തിരിഞ്ഞ് പരിവാർ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. പക്ഷെ ശരിക്കും എൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ ഈ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച ആൾക്കാരെ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അങ്ങനെ ചേച്ചി പറഞ്ഞ രംഗത്ത് വന്നപ്പോഴത്തേക്കും ഒരു വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായി. എനിക്ക് നേരെ വധഭീഷണി, അതുപോലെയുള്ള മോശം പരാമർശങ്ങൾ ഒത്തിരി ഞാൻ കേട്ടു. ഒരു ആത്മഹത്യയുടെ വക്കിൽ വരെ എൻ്റെ കമ്മ്യൂണിറ്റി എന്നെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു വക്കീലിലേക്ക് തന്നെ എന്നെ കൊണ്ടെത്തിച്ചു. ആ ഒരു ഇതിലേക്ക് എൻ്റെ ജോലി സ്ഥലങ്ങളൊക്കെ ഹരാവോ ചെയ്യും, ഞാൻ ജോലി ചെയ്യുന്നിടത്തൊന്ന് പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ പല വിവിധ തരത്തിൽ എൻ്റെ പാർട്ണറിനെ പറ്റിയിട്ടുള്ള അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി. അയാൾ വേറെ വിവാഹം കഴിച്ചതാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവസാനമായിട്ട് വിവാഹം കഴിക്കുന്നത്, ഇപ്പം അവസാനമായിട്ടത് എനിക്ക് പറയാൻ കഴിയില്ല, ആദ്യമായിട്ട് വിവാഹം കഴിച്ചത് എന്നെയാണ്.
അതെനിക്കറിയാം. പുള്ളിക്കാരനെ വരെ അപകീർത്തിപ്പെടുത്തുന്ന, പുള്ളിക്കാരൻ്റെ ഫാമിലി വരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ എന്തെല്ലാം അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെന്നറിയാം. അതൊക്കെ എൻ്റെ സ്വന്തം കമ്മ്യൂണിറ്റിയാണ്. അത് കേൾക്കുമ്പോഴാണ്, എന്നിട്ടാണ് ഇവർ പറയുന്നത് ഈ ലോകമാകുന്ന ലോകമെല്ലാം ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ണും അടച്ച് നമ്മൾ സമ്മതിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. പല ആൾക്കാർക്ക് പല അഭിപ്രായമാണ്. പല രാഷ്ട്രീയ ഭരണത്തിനും പല ആൾക്കാർക്കും പല വിയോജിപ്പുകളും ഉണ്ട്. എനിക്ക് എല്ലാ ആൾക്കാരും എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ അംഗീകരിക്കില്ല. അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഞാനൊരു 6 ജെൻഡർ വുമണാണ്, അതിൻ്റെ പ്രിവിലേജിലാണ് അവർ സംസാരിക്കുന്നത്, അവരങ്ങനെയാണ്, അവർ ട്രാൻസ്ജെൻഡർ അല്ല, അവർ എല്ലാം തികഞ്ഞൊരു പെണ്ണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാം തികഞ്ഞൊരു പെണ്ണെന്നോ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഐഡൻറ്റിറ്റിയിൽ എനിക്ക് കൃത്യമായ ബോധമുണ്ട്. എനിക്ക് ഡോക്ടറെ രേഖപ്പെടുത്തി തന്ന കൃത്യമായ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ BJP-യിലേക്ക് വന്നതിന് ശേഷവും ഒരുപാട് തരത്തിലുള്ള ഈ കമ്മ്യൂണിറ്റിക്ക് അകത്തു നിന്ന് വരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെ വന്ന ന്യൂസിൻ്റെ അടിയിൽ വിവിധ തരം ആളുകൾ, വിവിധ തരം കമ്മ്യൂണിറ്റിയിലുള്ള പല ആളുകൾ മോശമായിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് ഇവരൊക്കെ വന്ന് ഇപ്പോൾ കോൺഗ്രസ്സിൽ പോയവരുണ്ട്, LDF-ൽ പോയവരുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പോയവരുണ്ട്. എന്നിട്ട് കോൺഗ്രസ്സിൽ പോയിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് വന്ന് പിന്നെ തിരിച്ച് കോൺഗ്രസ്സിൽ പോയി അങ്ങനെ മറുകണ്ഠം ചാടി അങ്ങനെ ചാടിയ വ്യക്തികളുണ്ട്. ഒരുപാട് വ്യക്തികളുണ്ട്. ഞാൻ ഇവരാരും പോയതിനോ വന്നതിനെയോ ഇവർ മാർച്ചിന് പോയതിനോ ഹരാവോയ്ക്ക് പോയതോ അല്ലെങ്കിൽ റോഡ് ഉപരോധിച്ചതിനോ ഞാൻ ഒരിടത്തും പോയിട്ട് ഇന്നേ വരെ ഞാൻ ഒരിടത്തും പോയിട്ട് ഒരു മോശം കമൻറ്റ് പറയുകയോ, രാഷ്ട്രീയം എന്ന് പറയുന്നത് തികച്ചും അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിന് നമ്മൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യനെ നമ്മൾ ഖനിക്കാൻ നമ്മൾ ആരുമല്ല, അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് അവരെ അധിക്ഷേപിക്കാൻ നമ്മൾ ആരുമല്ല. അപ്പോൾ ഇവരെല്ലാം പോയപ്പോഴത്തെ പ്രശ്നമില്ലാത്തത് ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി വെളിപ്പെടുത്തിയപ്പോൾ എന്താണ് പ്രശ്നം? ശരിക്കും എന്നും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നിട്ടുണ്ട് ചേച്ചി. പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിറ്റിക്ക് അകത്തുനിന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോഴും അവിടെ ഒന്നും തിരിച്ച് ചിന്തിച്ചിട്ടില്ല, പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. എന്താണ് അതിന് ഒരു ധൈര്യം തന്നത്? തികച്ചും നമ്മൾ പറയുന്നതിൽ 100% നമ്മൾ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ആരുടെയും ബാക്ക് സപ്പോർട്ട് ഇല്ലാതെയാണ് പറയുന്നത് എന്നുള്ള ഒറ്റ കാരണം മാത്രമാണ്. നമുക്കറിയാം നമ്മൾ പറയുന്നതിന് ആരും വന്ന് പിന്താങ്ങില്ല, നമ്മളെ കമ്മ്യൂണിറ്റി വന്നിട്ട്, അല്ലെങ്കിൽ കാരണം നമ്മളെ വീണ് കിടന്ന സമയങ്ങളിലൊക്കെ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടേ ഉള്ളൂ. നമ്മളെ പിടിച്ചുയർത്താനോ അല്ലെങ്കിൽ കൈപിടിച്ചത് സ്വന്തം കമ്മ്യൂണിറ്റി പോലും നിന്നില്ല. ഇന്നും നമ്മൾ തെരുവിൽ നിന്നിരുന്നെങ്കിൽ ഇവർ പറയുമല്ലോ, ഇന്നും നമ്മൾ തെരുവിൽ നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്നും നമ്മൾ പാലത്തിൻ്റെ അടിയിൽ നിന്നിരുന്നെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തേനെ. പക്ഷെ നമ്മൾ നമ്മുടേതായ ഒരു സ്വന്തം ഇടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ഒരു സ്പേസിലാണ് നമ്മൾ ജീവിക്കുന്നത്, ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച്. അപ്പോൾ അത് രസിക്കാത്തവർ, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തവർ, അല്ലെങ്കിൽ അതിൽ അസൂയപ്പെടുന്ന മനുഷ്യർ, അന്ന് തന്നെ പറയാം, അതിൽ അസൂയപ്പെടുന്ന മനുഷ്യർ, അവർക്ക് എങ്ങും എത്തിപ്പെടാൻ പറ്റാതെ ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ കിടന്നിങ്ങനെ നിലവിളിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യർ, അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ അത് തന്നെയാണ് ഈ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ ഈ അതിലുള്ളവരെ സഹായിക്കാനും, ഇപ്പം പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ടൊരു മേഖല തിരഞ്ഞെടുക്കുക, അതിൽ മുന്നിലേക്ക് വരിക, അങ്ങനെയുള്ളവർ വളരെ അപൂർവമാണ്, ഈ താങ്കളെ പോലുള്ള കുറച്ച് പേര്. പക്ഷേ ബാക്കി ആ ഒരു സപ്പോർട്ട് കിട്ടാത്തവരും ഇന്നും ഈ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെയുണ്ട്. തികച്ചും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സപ്പോർട്ട് കിട്ടാത്തവർ ഈ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഈ പരിവാറുകൾ, അമ്മ പരിവാർ, അങ്ങനെ ഒരു പരിവാറുകളും അങ്ങനെ കുടുംബങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഈ പരിവാറിൽ ഉൾപ്പെട്ട് ഇങ്ങനെ ഒരു കുടുംബങ്ങളായിട്ട് എല്ലാവരെയും ഇതിലേക്ക് പിടിച്ചിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവർ ചെന്നിട്ട് ആ ഗ്രൂപ്പുകളിൽ ചെന്ന് ആഹ്വാനം ചെയ്യുകയാണ്, ഇന്ന ആൾ ഇന്നത് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് അവിടെ വന്ന് ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവർ തന്നെ അവരെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ മൂന്നാമതൊരിടം വേണം, അല്ലെങ്കിൽ ഇത് വേണമെന്ന് നമ്മൾ വാശി പിടിക്കുന്ന എന്തിനാണ്? നമുക്ക് ഒരിടം വേണമെന്നല്ലേ വാശി പിടിക്കേണ്ടത്? സ്ത്രീക്കും പുരുഷനും നമ്മൾക്കും ട്രാൻസ് വ്യക്തികൾക്കും ഒരിടം വേണമെന്നല്ലേ വാശി പിടിക്കേണ്ടത്? നമുക്ക് 1, 2, 3ാമത്തെ സ്ഥലം നമുക്ക് വേണമെന്ന് അത് പറയേണ്ടത് എനിക്ക് ഇപ്പോഴും വിയോജിപ്പാണ്. നമുക്ക് ഒരിടം വേണമെന്നാണ്. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്കെല്ലാം ഒരിടമാണ് വേണ്ടത്, ഒറ്റ ഒരു സ്ഥലമാണ്, ഒരു സ്പേസാണ് വേണ്ടത് എല്ലാവർക്കും. അവിടെ നമുക്ക് വ്യത്യസ്തമായ വേറൊരു സ്ഥലം വേണം, നമ്മൾ വ്യത്യസ്ത ആൾക്കാരാണ് അവിടെ, അതുകൊണ്ട് നമുക്ക് വ്യത്യസ്തത വേണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നവരോട് എനിക്ക് വിയോജിപ്പാണ്. അതെൻ്റെ തികച്ചും വ്യക്തിപരമായ വിയോജിപ്പാണ്. ഇപ്പോൾ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയമാണെന്ന് ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളായിട്ട് അംഗീകരിക്കുന്ന ഒരാളെ കൂട്ടിന് കിട്ടുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളായിട്ടുണ്ട്, എങ്ങനെ പോകുന്നു ജീവിതം? നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചിട്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്ന കാര്യം ഞാനിത് പബ്ലിക്കായിട്ട് അറിയിക്കാൻ പോകുന്നു. ആർക്കും ഒരു വിയോജിപ്പുകളോ? തീർച്ചയായിട്ടും പുള്ളിക്കാരൻ ഇപ്പോഴും മറ്റൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവാനോ അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആവാനോ പാർട്ടിയിലേക്ക് പോയില്ല ഇനി നമുക്ക് വരണ്ട
അത് തികച്ചും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അവിടുത്തെ നാട്ടുകാർ വന്നിട്ട് എന്നെ ആശംസകൾ അറിയിച്ചത്, BJP പ്രവർത്തകർ. അവിടെ തന്നെ നമുക്കറിയില്ല, അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം രാഷ്ട്രീയം അവരെ വ്യക്തിപരമാണ്. എൻ്റെ കുടുംബത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും എൻ്റെ സഹോദരനാവട്ടെ, എൻ്റെ അമ്മയുടെ സഹോദരനാവട്ടെ, അവരൊക്കെ വർഷങ്ങളായിട്ട് LDFൻ്റെ പ്രവർത്തകരും അതിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെയാണ്. ചേച്ചി BJPയിലേക്ക് വരുമ്പോൾ അവർക്ക് വലിയ സപ്പോർട്ടാണ് തന്നത്. തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലായാലും അതാണ് പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. നമ്മൾ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് നമ്മൾ പറയില്ലേ, വസ്ത്രം എന്ന് പറയുന്ന ഒരാളുടെ സ്വാതന്ത്ര്യമാണെന്ന്. ഞാൻ അതിന് ഒരുപാട് കേട്ടിട്ടുണ്ട്. എപ്പോഴും സാരി ഉടുക്കണം, എപ്പോഴും തുളസി കതിർ ചൂടണം, എപ്പോഴും മുടി ഇങ്ങനെ കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതും തികച്ചും ഞാൻ പറയുന്നത് അതും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, എങ്ങനെ ഞാൻ വസ്ത്രം ധരിക്കണം എന്നുള്ളത്. അത് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാതെ ഒരുപാട് പേര് അയ്യോ ഇനി ഞങ്ങൾ ഇതായില്ല, ഞാൻ ഏതെങ്കിലും നമ്മളിപ്പോൾ സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ വസ്ത്രം ധരിക്കണം. അവിടെ നമ്മൾ സാരി ഉടുത്ത് മുല്ലപ്പൂ വെച്ച് സിനിമാ തിയേറ്ററിൽ പോകാൻ പറ്റില്ലല്ലോ. ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് നമ്മൾ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മൾ ജെൻഡർ ചേഞ്ച് ചെയ്യരുതെന്നുള്ളതാണ്, ഓരോ സിറ്റുവേഷനനുസരിച്ച്. ഈ ജെൻഡർ ചേഞ്ച് അതിലേക്ക് വരാൻ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഏജ് ആയിരുന്നാൽ തന്നെയും എന്തൊക്കെ കാര്യങ്ങളിലേക്ക് അവർക്കൊരു അവബോധം ഉണ്ടാക്കണം? ഇപ്പോൾ ഈ പുതിയ ആൾക്കാർ കടന്നു വരുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? പുതിയ ആൾക്കാർ കടന്നു വരുമ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ജെൻഡർ ഡിക്ലെയർ ചെയ്യുന്നു, അപ്പോൾ തന്നെ സർജറി ചെയ്യുന്നു. പിന്നെ ഇവരെ അങ്ങോട്ട് കൺഫ്യൂഷനാണ്, ഡിപ്രഷനിലേക്ക് പോവുകയാണ്. അതൊക്കെ ഭയങ്കര എന്താ പറയുക, ആത്മഹത്യയിലേക്ക് നയിക്കുകയും നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജെൻഡറിൽ നമുക്കൊരു കൺഫ്യൂഷൻ ആവുകയാണ്. കാരണം അവർ പെട്ടെന്ന് തന്നെ സർജറി ചെയ്ത് മാറുമ്പോഴത്തേക്കും അവർക്ക് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് എത്തിപ്പെടുകയാണ് പല ആൾക്കാരും. ഞാനൊക്കെ ഒരുപാട് വർഷം ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും എന്താ പറയുക, നമ്മൾ അതിന് വേണ്ടിയിട്ട് അവെയർ ആവുകയും, നമ്മളിങ്ങനെ ഒരു ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുന്നോട്ടുള്ള കാര്യം എങ്ങനെയാണ്, നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, നമ്മളെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമുക്കിതെങ്ങനെയാണ് നമുക്ക് താങ്ങി നിർത്താനാകുക. നമുക്ക് ഒരുപാട് ഡിപ്രഷനും നമുക്ക് മൂഡ് സ്വിങ്സും ഒക്കെ ഒത്തിരി ഉണ്ടാവും. നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ കൈവിട്ട് പോകുന്ന തരത്തിലേക്ക് നമ്മൾ മൂഡ് സ്വിങ്ങിലേക്ക് എത്തും. നമ്മൾ അത്രയും മെൻ്റലി നമ്മൾ അത്രമാത്രം നമ്മൾ തളർന്നു പോകും. കാരണം നമുക്ക് അന്നേരം ഒരു മനുഷ്യരും എനിക്ക് ഒന്നും ഒരാൾ പോലും പിടിച്ച് ഞാൻ എൻ്റെ സ്വത്വത്തിലേക്ക് എത്തിപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജെൻഡർ ഡിക്ലെയർ ചെയ്ത സമയത്തൊന്നും ഒരാൾ പോലും, ഇന്നും അത് ഈ പറയുന്ന പല കമ്മ്യൂണിറ്റികളും എന്നെ കണ്ടിട്ട് ഓടിപ്പോയ ആൾക്കാരുണ്ട്. ഞാനൊരു ഫെമിനിനായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അയ്യോ ദൈവം ഓടിക്കോ എന്ന് പറഞ്ഞ് നാലിങ്ങനെ കൂടി നിന്ന ആൾക്കാരൊക്കെ ഓടി ഒളിച്ച് നിന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇന്ന് വലിയ നായ്ക്കുമാരും ഒക്കെ പരിവാറിൻ്റെ അമ്മമാരൊക്കെയാണ്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചിരിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് അവർക്ക് ഒന്നിനും കഴിയാതെ അങ്ങനെ അവരുടെ ഐഡൻറ്റിറ്റി പോലും ഡിക്ലെയർ ചെയ്യാതെ ഒളിച്ചും പാത്തും ഇങ്ങനെ ഇതായിട്ട് ഒക്കെ നടന്നിട്ട് ഇതുപോലെയുള്ള ആൾക്കാരെ പോലും അന്ന് അവരെ അംഗീകരിക്കാൻ മടിയുണ്ടായിരുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും പുതിയ വരുന്ന പുതുതലമുറ ഒരുപാട് അംഗീകരിക്കുന്നുണ്ട്. ഒരുപാട് അവർ കഠിനാധ്വാനം ചെയ്യുന്നവരെ അംഗീകരിക്കുന്നുണ്ട്. ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട്, റിയലൈസ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ നന്നായിട്ട് അധ്വാനിക്കുന്നവരെ, നന്നായിട്ട് ജോലി ചെയ്യുന്നവരെ, നന്നായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ യാതൊരുവിധ മടിയില്ല. പക്ഷേ ഇതുപോലെ ഞാൻ പറയും പോലെ ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ പല കാര്യങ്ങളും വ്യക്തിപരമായിട്ട് എടുത്ത് അതിനെ വിപുലീകരിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പറയുന്നതിനെ ഇപ്പോൾ ഒരാൾ പോയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണ്, അവരെ വീട്ടിലെ കാര്യം എല്ലാവരെയും വിളിച്ചിട്ട് അവർ പറയാതെ നമ്മുടെ ഐഡൻറ്റിറ്റിയെ പറ്റി, നമ്മുടെ ജെൻഡറിനെ പറ്റി, നമ്മുടെ സ്വത്വത്തിനെ പറ്റിയും നമ്മൾ കൃത്യമായ അവബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ചേച്ചിക്ക് ഇത്രയും ഈ ചേച്ചി പ്രതിനിധീകരിക്കുന്ന ആ ഒരു മേഖലയിലായിരുന്നു തന്നെയും ഇന്ന് അറിയപ്പെടുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട് ചേച്ചിനെ. അപ്പോൾ ഇന്ന് കടന്നു വന്ന വഴികളിൽ ചേർത്ത് നിർത്തിയവരുണ്ടാകും, തള്ളി പറഞ്ഞവരുണ്ടാകും. ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇന്ന് ഓർക്കുമ്പോൾ ശരിക്കും നമ്മൾക്ക് അന്ന് അങ്ങനെ തള്ളി പറഞ്ഞത് ഏറ്റവും നന്നായി എന്ന് ഞാൻ കരുതും. കാരണം അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ചുവടുറപ്പിച്ച് ഒറ്റയ്ക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ശരിക്കും അന്ന് അവരൊക്കെ ആ തള്ളി പറഞ്ഞത് കൊണ്ടായിരിക്കാം നമുക്ക് ആ സ്ട്രെങ്ത് കിട്ടിയത്. ചിലപ്പോൾ അന്ന് അവർ ചിലപ്പോൾ ആ തള്ളി പറയാണ്ട് ഇരുന്നുവെങ്കിൽ നമുക്കത് നമ്മളെ കണ്ടെത്താൻ പറ്റാണ്ടായിപ്പോവും, നമുക്ക് എങ്ങും എത്തിപ്പെടാൻ പറ്റാണ്ടാവും, നമ്മളവിടെ ബ്ലോക്കായി ചിലപ്പോൾ സ്റ്റക്കായി നിന്നു പോവും. പക്ഷേ ഇന്ന് എനിക്ക് ചുവട് വെച്ച് മുന്നേറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിവർന്ന് നിന്ന് 4 ആൾക്കാരുടെ മുന്നിൽ തലയുയർത്തി നിന്ന് സംസാരിച്ച് ഞാൻ സീമാ വിനീത് എന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ശരിക്കും എൻ്റെ
കടന്നു വന്ന പാതകളിൽ അത്രയും കല്ലും മുള്ളും കുപ്പിച്ചില്ലുമൊക്കെ നിറച്ചതുകൊണ്ടായിരിക്കും അതൊക്കെ ചവിട്ടി മുന്നോട്ട് വന്ന് ചൂടുറപ്പിച്ച് ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ. എവിടെയാണ് ഇങ്ങനെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയത്? ഇതല്ല എന്നുള്ള എനിക്കൊരു അവബോധം കുട്ടിക്കാലം തൊട്ടുണ്ടായിരുന്നു. ചെറിയ കാലം തൊട്ട് ഒരുപാട് മനുഷ്യരുടെ വീട്ടുകാരാവട്ടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ആവട്ടെ അല്ലെങ്കിൽ കൂടെ പഠിച്ചവരുടെ ആവട്ടെ ഒത്തിരി കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ, കളിക്കാനൊന്നും കൂട്ടുകാരില്ലാണ്ട് അങ്ങനെയൊക്കെ ഒരു സമയം വരെ പെൺകുട്ടികളോടൊപ്പം കളിക്കുകയും ഇത് കൂട്ടുകൂടെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് സ്കൂളിൻ്റെ ഹൈസ്കൂൾ ലെവലിലേക്കൊക്കെ പോയ സമയത്ത് ആരും കൂട്ടിനും കളിക്കൂട്ടുകാരും ആരും ഇല്ലാണ്ടൊക്കെ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് സമയമുണ്ട്. ആ സമയത്തൊക്കെ എങ്ങനെ ഇപ്പോഴും എനിക്കൊരു ദുസ്വപ്നം പോലെയാണ് ശരിക്കും ഞാനത് അഭിമുഖീകരിച്ച് മുന്നോട്ട് താണ്ടി വന്നത് എങ്ങനെയെന്ന്. ശരിക്കും അത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വീട്ടുകാരുടെ ഒക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു? വീട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം. ഇന്ന് നമ്മൾ ഇപ്പോൾ പറയും, നമ്മൾ ഒരു പഴമൊഴി പോലെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് കാശ് വരുമ്പോഴാണ് അങ്ങനെ ഒരു ഇതിലൂടെ ഒരു അംഗീകാരം ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പൂർണ്ണമായിട്ട് നമ്മൾ ആ ഒരു ആദ്യം മുതലേ ചേർത്ത് പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അവരെങ്ങും എത്തിപ്പെടാണ്ട് പോവും. ഏതെങ്കിലും തെരുവിൽ കിടന്ന് ജീവിക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടാവണം. പക്ഷേ അവരൊക്കെ ഒരു പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് ഞാൻ എൻ്റെ ഒരു കരിയർ ലെവലാവട്ടെ അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന വളർച്ചയാവട്ടെ അത്ര അവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതൊക്കെ കൊണ്ടുവന്നൊരു മാറ്റമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അന്ന് മനസ്സിൽ കയറി പറ്റിയൊരു വാശിയാണോ ഇന്ന് ഇവിടെ എത്തിച്ചത്? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ വീട് തന്നെ ആ ഒരു വാശിയാണ്. അത്രയും എൻ്റെ കുടുംബത്തിലുള്ള ആ വീട്ടിൽ അത്രയും എനിക്ക് നേരിട്ട ഒരു ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്നൊക്കെ എനിക്ക് ആരും ഇറങ്ങിപ്പോകാൻ പറയാത്തൊരിടം വേണമെന്ന് ആശിച്ചു തുടങ്ങിയ കാലം തൊട്ട് അങ്ങനെ ഒരു നേടിയെടുത്തതാണ് ഇതെല്ലാം. ഇന്ന് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിവാഹം പോലും ഇന്ന് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആരും അതിനെക്കുറിച്ച് ഒരു അത്ഭുതപ്പെടുകയോ അങ്ങനെയൊന്നുമില്ല. കാരണം അതൊരു സാധാരണ വിവാഹം പോലെ തന്നെയാണ്. പക്ഷേ അവിടെയും പറയുന്നൊരു കാര്യം, ഇതൊക്കെ എത്ര നാൾ പോകാനാണ്, ഇതൊക്കെ കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ, ഇവരെത്ര നാൾ ഒരുമിച്ച് പോകാനാണ്. പക്ഷേ ചേച്ചിയും ചേട്ടനും ഇപ്പോഴും നല്ല സന്തോഷമായിട്ട് സ്നേഹമായിട്ട് ഒഫീഷ്യലി വിവാഹം കഴിഞ്ഞിട്ട് ഈ വരുന്ന ഏപ്രിൽ 2 വർഷമാവും ഒഫീഷ്യലി കഴിഞ്ഞിട്ട്. എങ്ങനെയാണ് ആ കണ്ടുമുട്ടൽ, എങ്ങനെയാണ് പ്രണയം, എങ്ങനെയാണ് വിവാഹത്തിലെത്തിയത്? ഞങ്ങളൊരു 4 വർഷം അറിയുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്ന് പുള്ളി പറയും. അപ്പോൾ ഞാനും ഒരു വിവാഹം എന്ന് പറയുമ്പോഴത്തേക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മനുഷ്യരും അതൊരു പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൺഫ്യൂഷനിലായിരുന്നു. അയ്യോ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അവസാന വാക്ക് അല്ല, ഒരു ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല വിവാഹം എന്ന് പറയുമ്പോഴത്തേക്കും. നമുക്ക് വിവാഹത്തിനും വിവാഹത്തിന് ശേഷവും നമ്മളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, പാർട്ട്ണർ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. സപ്പോർട്ട് മാത്രം പോരാ, നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവണം. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. എനിക്ക് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ എന്നും പറയും പോലെ, എപ്പോഴും പറയും പോലെ, ഞാൻ അതിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുകയാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ ആഗ്രഹം ഭാവിയിൽ ആര് വിശന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ ഭക്ഷണം ഉണ്ടാവുന്ന ഒരിടം, ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്ന എനിക്ക് സ്വന്തമായൊരിടം 24 മണിക്കൂർ വന്നു കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ആയിട്ടിരിക്കുകയും അവിടെ എനിക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നൊരിടം. അതിനു വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. അല്ലാതെ ഞാൻ സേവ് ചെയ്ത് എനിക്ക് ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് കൊടുക്കാമെന്നോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഏറെക്കുറെ ഞാൻ സാധ്യമാക്കിയിട്ടുണ്ട്. ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചു, ഒരു കുഞ്ഞു വണ്ടി വേണമെന്ന് ആഗ്രഹിച്ചു, കുറച്ച് സ്ഥലങ്ങൾ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളതിനും അപ്പുറമാണ്. ഇനി ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് ഒരു ഭക്ഷണം. അത് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലായി പോകും ഭക്ഷണത്തിനെ പറ്റി പറയുമ്പോൾ. അങ്ങനെ ഒത്തിരി ഞാൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും ബുദ്ധിമുട്ടരുതെന്നുള്ള അങ്ങനെ ഒരു ഇടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രയത്നിക്കുന്നത്. ശരിക്കും നമ്മൾ അനുഭവിച്ച ജീവിതം അത് മറ്റൊരാളുടെ കണ്ണുമുന്നിൽ കാണുമ്പോൾ അത് നമുക്ക് എന്നൊരു വേദനയാണ്. ചേച്ചിയുടെ വാക്കുകളിൽ നിന്നത് മനസ്സിലാവും. ശരിക്കും അങ്ങനെ ആർക്കും അനുഭവപ്പെടാതിരിക്കട്ടെ അല്ലേ? തീർച്ചയായും. ഭക്ഷണം കിട്ടാത്തത് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഓരോ മനുഷ്യനും കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നത് അല്ലേ? നമ്മളിപ്പം നമ്മൾ പറയും ഈ നെഗറ്റീവ് ആയിട്ട് പല ആൾക്കാരും റിവ്യൂ ചെയ്യുന്ന പോലും അവരുടെ നിലനിൽപ്പിനും അവർക്കിതിന് വേണ്ടിയിട്ടുമാണ്.
പല ആൾക്കാരും പറഞ്ഞു എന്നെ പറ്റിയിട്ട് പല ആൾക്കാരും പല രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോഴൊക്കെ ഞാൻ അതിനൊന്നും എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇത്ര ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കെതിരെ ഇങ്ങനെ പറയണമെന്നോ അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല. അത് അവരങ്ങനെ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവരങ്ങനെ അവർ ആ രീതിയിലാണ് അവർക്ക് പറ്റുന്നത്, അവർ ആ രീതിയിൽ കഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഇമോഷണലാവും. കാരണം ഞാൻ അത്രത്തോളം ഒരുപാട് ആളുകളുടെ വീട്ടിലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവർ കഴിക്കുമ്പോൾ കിട്ടുമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ നിന്നിട്ടുണ്ട്. എന്നിട്ട് കിട്ടിയിട്ടില്ല പലയിടത്തുനിന്നും, അല്ലെങ്കിൽ പലയിടത്തുനിന്നും ഇന്ന ജോലികൾ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ, ഇങ്ങനെ വിറകൊക്കെ ഇങ്ങനെ ചുമന്നുകൊണ്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. സ്വന്തം റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ട്. തീർച്ചയായിട്ടും അന്നൊക്കെ എനിക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആരും ഇങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ അങ്ങനെ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുന്ന അങ്ങനെ സ്പേസ് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇടം ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ പൊതിച്ചോറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലാതെ അക്ഷയപാത്രം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു റൂമാണെങ്കിലും അങ്ങനെ ഒരു സ്പേസ് എനിക്ക് അങ്ങനെ കിട്ടണം ട്രിവാൻഡ്രം സിറ്റിയിൽ. അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? അല്ല, എൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയ പ്ലാനാണ്. അങ്ങനെ ഇതെൻ്റെ ഒരു ജീവിതത്തിലെ അത് ഞാൻ പറഞ്ഞല്ലോ, ഏതു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതിൻ്റെ ഒരു വക്താവായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിലും അത് എൻ്റെ ഇൻഡിവിജ്വലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം അത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ചേച്ചിന് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം ഒരുപാട് സ്നേഹം കിട്ടുന്ന ഒരു വ്യക്തിയാണ്. അതിനൊക്കെ എന്താണ് പ്രതികരിക്കാനുള്ളത്? അത് പ്രതികരിക്കാനുള്ളത് ആ മനുഷ്യരുടെ എവിടേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാലും ഞാൻ ഒരു കടയിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും സീമ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട്, ചിലപ്പോൾ എന്നെക്കാളൊക്കെ ഭയങ്കര ഏജ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഇങ്ങനെ സീമ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഓടി വന്ന് ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് കാറിലേക്ക് കയറുന്ന സമയത്ത് എവിടുന്നോ ഓടി കിതച്ച് തന്നിട്ട്, സീമ ഞാൻ ഭയങ്കര എല്ലാ ഇതും കാണാറുണ്ട്, എനിക്ക് സീമ ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല എന്നൊക്കെ പറഞ്ഞു വന്ന് ഓടി വന്ന് അറിയില്ലാത്ത മനുഷ്യർ വന്ന് ചേർത്ത് നിർത്തുകയും കെട്ടിപ്പിടിക്കുകയും അവരുടെ ആരോ എന്ന പോലെ നമ്മളെ കാണുകയും വിശേഷം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മളെ ഒരു മനുഷ്യനെങ്കിലും നമ്മളെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് എവിടേക്ക് ഇറങ്ങി ചെന്നാലും ഞാൻ വിചാരിക്കും അത് എനിക്കൊരു ഭയങ്കര ഒരു നമുക്ക് എങ്ങും നമ്മൾ അറിയില്ലാത്ത ആൾക്കാരില്ലാത്ത പോലെ ഒറ്റപ്പെട്ടു പോവേണ്ട ഒരവസ്ഥയില്ല. അതിനപ്പുറം എല്ലായിടത്തും അറിയുന്ന മനുഷ്യരാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മനുഷ്യന് ഒരു മോശമായിട്ട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ളൊരു ഇടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിൽ സീമ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നു എന്നും സീമ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു എന്നൊരു അഡ്രസ്സ് ചെയ്യപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ അത് എന്തായാലും അത് സാധ്യമായിട്ടുണ്ട്. സീമ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് അഡ്രസ്സ് ചെയ്തപ്പെട്ടിട്ട് തന്നെയായിരിക്കും ഞാൻ എന്തെങ്കിലും ഈ ലോകത്തോട് വിട പറയണമെങ്കിൽ ഉണ്ടാവുക. ചേച്ചീനെ കാണാനായിരുന്നാലും എപ്പോഴും സുന്ദരിയായിട്ട് ഒരുങ്ങി, ഈ നേരത്തെ പറഞ്ഞ പോലെ സാരികൾ ധരിക്കാനാണ് ഇഷ്ടം. എപ്പോഴും നല്ല മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് എപ്പോഴും ഒരുങ്ങി നടക്കാൻ ഒക്കെ ഇഷ്ടപ്പെടുന്നു. അത് പറഞ്ഞപ്പോഴാണ് മാന്യമായിട്ട് വസ്ത്രം ധരിച്ചത്. ഞാൻ അത്യാവശ്യം മോഡേൺ ആയിട്ട് വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും ആദ്യം ഈ സർജറിയൊക്കെ ചെയ്ത സമയത്തൊക്കെ ഞാൻ അത്യാവശ്യം മോഡേൺ ആയിട്ട് ഡ്രസ്സ് ഇട്ടിട്ടും അല്ലെങ്കിൽ പുറത്തൊക്കെ ഇട്ടിട്ടും ഒക്കെ നടന്നിട്ടുണ്ട്. അത് നമ്മളൊരു ഭയങ്കര ഒരു ആഗ്രഹമല്ല, നമ്മളെ ഈ എന്തോ നമുക്ക് ആ ലോകം കീഴടക്കിയ ഒരു ഇതില്ലേ, അത് കിട്ടുന്ന സമയത്താണ് പല ആൾക്കാരും അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് പോകുന്നത്. നമുക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ട് നമ്മൾ സ്ത്രീയായി, നമ്മളല്ലെങ്കിൽ പെണ്ണായി എന്നുള്ള ആ ഒരു സന്തോഷമില്ലേ, അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഷോർട്ട് ഡ്രസ്സുകളോ അല്ലെങ്കിൽ എന്ത് ഡ്രസ്സൊക്കെ നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് അപ്പോൾ എത്തുന്നില്ല. നമ്മളപ്പോൾ ഒരു ഇതാണ്, നമ്മളൊരു സന്തോഷമാണ്. നമ്മൾ പറയില്ലേ, പെട്ടെന്ന് നമ്മൾ ഒരു പെൺകുട്ടികൾ ഋതുമതിയാകുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു സന്തോഷവും ഒരു പ്രത്യേക ഒരു ഫീലും പ്രത്യേക ഒരു ലോകത്തേക്കല്ലേ അവർ എത്തിപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ട്രാൻസ് വ്യക്തി കംപ്ലീറ്റ് സർജറി ചെയ്ത് സമയത്ത് അങ്ങനെ ഞാൻ എക്സ്പ്രസ് ചെയ്ത് അങ്ങനെ ചെയ്ത ഷൂട്ടുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ നമ്മളറിയില്ലേ, മെച്യൂരിറ്റിയാണ് മനുഷ്യൻ്റെ വേഷത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ശരിക്കും ആ ഒരു ഇതൊക്കെയാണ് ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്കറിയാമല്ലോ, ഈ യൂട്യൂബ് ചാനലിലേക്ക് വന്നതിന് ശേഷം ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് ഇങ്ങനെ യൂട്യൂബിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും അവിടെയൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് അങ്ങനെ ഈ കുറച്ച് വ്യൂസും ആൾക്കാരെയൊക്കെ കൊണ്ടുവരാനൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ചേച്ചിയുടെ ഒരു രീതിയിൽ എനിക്ക് ഇങ്ങനെ മതി എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. ഞാൻ അങ്ങനത്തെ ഒരു വ്യൂവേഴ്സ് വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഫാൻസ് വേണം. അങ്ങനെ നമുക്ക് എന്നും നിലനിൽക്കുന്ന ആൾക്കാർ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അത്രയും എന്താ പറയുക, നമ്മൾ അങ്ങനെ കെട്ടിപ്പടുക്കുന്നതിന് മാത്രമേ സക്സസ്ഫുൾ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ എക്സ്പോസ് ചെയ്ത് കുറച്ച് നാൾ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇടം വരെ മാത്രം കാണാനേ ആൾക്കാരുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ആത്മാർത്ഥമായിട്ട് കെട്ടിപ്പടുക്കുന്നതേ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ ആരുടെയെങ്കിലും വഴി കൂടെ ഊഴ്ന്ന് കയറി വന്ന് നമ്മളിവിടെ വന്ന് നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ആ വഴി ക്ലോസ് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങും പോകാൻ പറ്റാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്പേസിൽ അകപ്പെട്ടു പോകും. അതിനേക്കാളും നമ്മൾ ഓൺ പാത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചേച്ചിയെ എപ്പോഴും സ്വയം സുന്ദരിയാകാനും മറ്റുള്ളവരെ സുന്ദരികളാക്കാനും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രൊഫഷൻ വേണമെന്ന് തോന്നിയപ്പോൾ മേക്കപ്പ് മതി അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാമെന്ന് തോന്നിയത്? അല്ല, പ്രൊഫഷൻ വേണം, ഇന്നത് തന്നെ വേണം. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ മേഖലകളെ പറ്റിയാണ് ഞാൻ അന്വേഷിച്ചിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് എന്തുകൊണ്ടും യോഗ്യമായിട്ടുള്ളവരുടെ മേക്കപ്പ് എന്ന് പറഞ്ഞ മേഖലയാണ്. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പ്രവർത്തിക്കാനും ചെയ്യാനും ഒക്കെ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രം ആണ് ഞാൻ മേക്കപ്പ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് വന്നത്. എനിക്ക് സിംഗിളായിട്ട് നിന്ന് ആരുടെയും അടിമപ്പെട്ടു പോവാതെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരിടം എന്നുള്ളതിൽ. മുമ്പ് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്ന ആൾക്കാരൊക്കെ മിക്കവാറും ഈ സെക്സ് വർക്കിനും ഒക്കെ പോയിട്ട് അങ്ങനെ, കാരണം അവരുടെ ഈ സർജറിക്കായിരുന്നാലും ഒക്കെ പണം അത്യാവശ്യമുള്ള കാര്യമാണല്ലോ, ഒരുപാട് വലിയ തുക ആകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പക്ഷേ ഇന്ന് വരുന്ന ഈ പറഞ്ഞ പോലെ ചെറിയ ഏജിലൊക്കെ വരുന്ന കുട്ടികളായിരുന്നാലും അവർ പഠിത്തത്തിനും കൂടുതൽ വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം നൽകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമായിട്ട് തോന്നുന്നില്ല? തീർച്ചയായിട്ടും വലിയ മാറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് പല ആൾക്കാരുടെയും ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുന്നോട്ട് വരുന്ന ആൾക്കാർക്ക് പല ആൾക്കാരുടെയും ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ അറിയുന്ന ഒത്തിരി ആൾക്കാർക്ക് ഫാമിലി ഇടപെട്ട് സർജറിയും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റിന് വേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. ഞാനിപ്പോൾ ചിന്തിക്കും, അയ്യോ ഒരു സമയം ഞാൻ ആഗ്രഹിച്ച സമയം എൻ്റെ ഫാമിലിക്കും അതുപോലെ ചിന്തിക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി എൻ്റെ വീട്ടിൽ ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ, എൻ്റെ മനസ്സ് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഞാനിപ്പോഴും വിചാരിക്കും. പക്ഷേ അത് ഓർക്കുമ്പോഴത്തേക്ക് ഇപ്പോഴും വരുന്ന പുതുതലമുറയിലെ ഒരുപാട് അവർക്ക് പുതിയ നല്ല കാഴ്ചപ്പാടുകളുണ്ട്. പഠിക്കണം, ഒരു എഡ്യൂക്കേഷൻ ഏറ്റവും മുഖ്യമായിട്ട് കാണുന്നുണ്ട്, ജോലി നേടണം, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും അങ്ങനെ വിവിധ മേഖലകളിൽ അവരുടെ ടാലൻറ്റ് എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സോ അതിൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് വരണമെന്നുള്ളതാണ്. അങ്ങനെ തന്നെ അവർ ആ ഒരു കോൺഫിഡൻസോടി നമ്മൾ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലാവട്ടെ അവരുടെ ഉണ്ടാക്കി വെച്ചൊരു ഇതുണ്ട്, ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷ യാചിക്കുക, അല്ലെങ്കിൽ കൈകൊട്ടുക, സെക്സ് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. അത് ചരിത്രം വരുമ്പോൾ ചരിത്രം വരുമ്പോൾ നമ്മൾ എന്താ പറയുക, അത് തിരുത്തി എഴുതപ്പെടുമെന്ന് പറയുമ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരിക തന്നെ വേണം. നമ്മളത് തിരുത്തി എഴുതണം. ട്രാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിക്കാൻ സാധിക്കുന്ന മനുഷ്യരാണെന്നുള്ളത്. അതെ, തീർച്ചയായും. അപ്പോൾ ഈ പറഞ്ഞ പോലെ BJPയിലേക്ക് വരികയാണെങ്കിൽ ഈ BJP സർക്കാർ വരണം, കേരളത്തിലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകണം. അപ്പോൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കും ഈ പറഞ്ഞതുപോലെയുള്ള മാറ്റങ്ങൾ, കാരണം അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനൊക്കെയുള്ള മാറ്റങ്ങൾ ഈ സർക്കാരിലൂടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു ഭരണം നമ്മൾ കണ്ടു, ഇനി അടുത്ത് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, എവിടേക്കാണ് നമ്മൾ അവസാനിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ എവിടേക്കാണ് മുന്നോട്ട് പോവേണ്ടത്, എങ്ങോട്ടാണെന്നാണ്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിക്കുന്നു എന്ന് ചിന്തിക്കാതെ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, എങ്ങോട്ടാണ് നമ്മൾ പോവേണ്ടത് എന്ന് വേണം ചിന്തിക്കാനായിട്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ മോദിജിയുടെ ഒരു ഫാനായി പോയത്. അതുകൊണ്ടാണ് എനിക്കതുകൊണ്ട് ഈ NDAയിലേക്ക് വരണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതും അതുകൊണ്ടാണ്. നമ്മളെ മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് മോദിജിയെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മോദിജിയുടെ ഭരണം നോക്കിക്കാണുന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ പോരെ. മറ്റുള്ള രാജ്യങ്ങൾ, നമ്മൾ മറ്റുള്ള രാജ്യത്ത് ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർ പറയുന്നത് മോദിജിയുടെ ഭരണത്തെ പറ്റിയും അദ്ദേഹത്തെ കാഴ്ചപ്പാടിനെ പറ്റിയും
ആ ഭാരതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അഭിമാനം കൊള്ളുന്നത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഓരോ ഭാരതീയൻ എന്ന് പറഞ്ഞാലും മോദിജി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ശരിക്കും നമ്മൾ ഒരു ഈശ്വരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആര് എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം തന്നെയാണ് തികച്ചും. അത് പറയുന്നതിനൊരു അഭിമാനക്കുറവായി ഞാൻ കാണുന്നില്ല, സന്തോഷമേ ഉള്ളൂ. ആഗ്രഹിച്ചതുപോലെ സ്ത്രീയായി മാറിക്കഴിഞ്ഞാൽ പഴയ പേര് പോലും ഓർക്കാൻ ചിലർ ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇന്നും ആ സീമ വിനീത് എന്ന് പറഞ്ഞ പേരിന് ഇന്നും കൊണ്ട് നടക്കുന്നുണ്ട്. സീമയ്ക്കുള്ളിലെ വിനീതിനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതിപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ പറയില്ലേ, പല ആളുകളും പറയുന്ന പോലെ നമ്മൾ വന്ന വഴിയും താണ്ടിയ വഴികളും ഒക്കെ മറക്കുന്നവർ നമുക്കിപ്പോൾ പല ആൾക്കാരും സീമ നിശാന്തനാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല. ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ വന്ന കനൽ വഴികളെല്ലാം നമ്മുടെ ചിലർ ചോദിക്കുമ്പോൾ ആ പഴയ പേര് പോലും പറയാൻ ഇഷ്ടമല്ല, അങ്ങനെ വന്ന വഴികളെല്ലാം നമ്മുടെ എന്താ പറയുക, നമുക്ക് ഓർമ്മ ഉണ്ടാവണം. നമ്മളത് ഓരോ നിമിഷവും നമ്മളെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം. ഓരോ നിമിഷവും നമ്മൾ ഇന്ന് കനൽ വഴി കൂടിയാണ് വന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് നമ്മൾ താണ്ടി എത്തിയവരാണെന്നുള്ളൊരു ഓർമ്മയാണ് എൻ്റെ ആ പേര് ചേർത്ത് വെച്ചത്. അതെനിക്കെന്നും ഒപ്പം ഉണ്ടാവണമെന്നാണ്. അത് ഇനി ആരൊക്കെ ജീവിതത്തിൽ ഉണ്ടായാലും എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പേരിന് സീമ വിനീത്, അത് ഞാൻ പ്രൗഡാണ്, അഭിമാനമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ വിവാഹത്തിന് വീട്ടുകാരൊപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു, തീർച്ചയായും ആഗ്രഹിച്ചിരുന്നു. അത് സാധിക്കുകയും ചെയ്തു. അതെ, അത് വലിയൊരു ബ്ലെസ്സിംഗ്. അത് തീർച്ചയായും ഞങ്ങളൊരു വിവാഹം എന്ന് പറഞ്ഞതിലേക്ക് രണ്ടാളുടെയും ഫാമിലി വിവാഹം എടുത്തു നോക്കിയാൽ അറിയാം. എൻ്റെ വിവാഹത്തിൻ്റെ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 4-5 മിനിറ്റുള്ള വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വിവാഹത്തിൻ്റെ വീഡിയോ താമസിയാതെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സാധാരണ ഒരു വിവാഹം ഞാൻ അത് ഏറെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ സ്വന്തം വിവാഹത്തിന് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടില്ല തോന്നല്ലേ? ഇല്ല, ചെയ്തില്ല. അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ? അല്ല, എനിക്കത് റിലാക്സ് ചെയ്തിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം കോർഡിനേഷൻ അതൊക്കെ എൻ്റെ തലയിലാണ്. ഞാൻ തന്നെയാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്തത്. എല്ലാ കാര്യത്തിനും ഈച്ച് ആൻഡ് എവരിത്തിങ് കാര്യങ്ങളും ചെയ്തത് ഞാനാണ്. എൻ്റെ കൂടെ എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള ശ്രാവന്തികയും നവമിയും ഹനു എന്ന് പറഞ്ഞിട്ടുള്ള അവരിപ്പോൾ കാനഡയിലാണ്. ഇവർ 3 പേരും ഉണ്ടായിരുന്നു. അവർ 3 പേരും ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇതെങ്ങനെ വിവാഹം ഉണ്ടായി, ഇതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണ്, നമ്മൾ പറയില്ല ഒരു വിവാഹം നടത്താൻ ഒരുപാട് കഷ്ടപ്പാടാണ്, ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന്. ശരിക്കും അത് എന്താ പറയുക, ഒരു പാരൻസ് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ആ ഒരു വിവാഹത്തിൻ്റെ എന്താ പറയുക വധു എന്നുള്ള രീതിയിലും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്തത്. എൻജോയ് ചെയ്തു. പക്ഷെ എന്നാലും നമ്മൾ പറയില്ലേ, നമ്മൾ അത്രയും ഒരു അറേഞ്ച് ചെയ്യാൻ എടുത്ത് ഇപ്പോഴും പല അറിയുന്നവരും പറയും ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ എന്ന് പറയും. അതെൻ്റെ ഒരു കാലം തുടങ്ങിയ തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു വിവാഹം. എനിക്ക് വിവാഹം എങ്ങനെ വേണമെന്നും വിവാഹം എങ്ങനെ ആയിരിക്കണമെന്നുള്ളതും പാരൻസ് എല്ലാം ഉണ്ടാവണമെന്നുള്ളതും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവണമെന്നുള്ളതും ഒക്കെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. കമ്മ്യൂണിറ്റിയിലുള്ള പല ആൾക്കാരെയും വിളിച്ചില്ലല്ലോ, കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം എന്നും ഉള്ളതും നമ്മളോടൊപ്പം എന്നും ചേർന്ന് നിൽക്കുന്നതും നമുക്ക് നന്മ വരണമെന്നും ആഗ്രഹിക്കുന്നവരെ മാത്രമല്ലേ കൂട്ടാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയുള്ള എല്ലാവരെയും ഞാൻ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും ഞാൻ എൻ്റെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണിച്ച് ഏറെക്കുറെ ആളുകൾ വന്നിട്ടുണ്ട്. 1, 2, 3 ആൾക്കാർ വന്നിട്ടില്ല. പക്ഷെ എന്നാൽ കൂടി ഞാൻ ആഗ്രഹിച്ച പോലെ അത്ര സന്തോഷത്തിൽ തന്നെ, അത്ര സന്തോഷമായിട്ട്, അത്ര ഹാപ്പി ആയിട്ട് തന്നെ ആ ഒരു മംഗളമായ കാര്യം നടന്നു. അത് സന്തോഷമുണ്ട്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ദിവസം ചേച്ചിയുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ ചേച്ചിക്ക് നേടിയെടുക്കാനായിട്ടുണ്ട്. നമ്മൾ പ്രതിനിധീകരിക്കുന്ന ആ ഒരു മേഖലയിൽ മുൻപന്തിയിലെത്തുക. ഇപ്പോൾ ഇന്നറിയപ്പെടുന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഈ പറഞ്ഞ പോലെ വിവാഹം, അത് വീട്ടുകാർ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടന്നിട്ടുണ്ട്. ഇനി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വപ്നം അങ്ങനെയുണ്ടോ? എനിക്ക് ഇനിയുള്ള സ്വപ്നം യാത്രകൾ പോകണമെന്നുള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങൾ കാണണം, ഒത്തിരി യാത്രകൾ ചെയ്യണം എന്നുള്ളതാണ്. ഒരുപാട് മനുഷ്യരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി യാത്രകൾ. അതിൽ പരം എനിക്ക് മോദിജിയുടെ അടുത്തേക്ക് എത്തണം എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഒരു വട്ടമെങ്കിലും അടുത്ത് കാണണം എന്നുള്ളത് എൻ്റെ അതിയായ ആഗ്രഹമാണ്. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ എപ്പോഴും ആരാണെങ്കിലും കേട്ടോ, വിശപ്പ് എന്ന് പറഞ്ഞ കാര്യത്തോടുകൂടി നമ്മളെ അടുത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് വന്ന് കഴിക്കാനൊരിടം, അതെനിക്ക് ആ ഒരു സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലം. എന്തായാലും ചേച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ
നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം കാണാനായതിൽ, സംസാരിക്കാനായതിൽ. നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.